ഈ അടുപ്പിച്ച് ഈ ഫ്ലോപ്പ് വന്നിട്ട് പിന്നെ വന്നത് തുപ്പാക്കിയിലൂടെ അല്ലേ? തുപ്പാക്കിയാണ് ശരിക്കും ഒരു തിരിച്ച്. തുപ്പാക്കിക്ക് മുമ്പ് നമ്മുടെ വേട്ടക്കാരനല്ലല്ലോ ഒരു സിനിമയുടെ പേര് അല്ല, വേലായുധം. വേലായുധം കാവലനൊക്കെ ഒരു ആവറേജ് ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ വന്നു. പക്ഷെ തുപ്പാക്കിയാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 100 crore തുപ്പാക്കിയാണ്. പിന്നെ വിജയ്ക്ക് അതിനുശേഷം നമ്മളിപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ഇവിടുത്തെ മീഡിയ ഒക്കെ വിജയനെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ വിജയുടെ പല സിനിമകളും ഫ്ലോപ്പാന്ന് പറയുന്നത് അവിടെ സൂപ്പർ ഹിറ്റാണ്. അവിടെ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ സിനിമയാണ്. ഈ അടുത്ത് തമിഴ്നാട്ടിൽ തിയേറ്റർ ഓണേഴ്സിന്റെ ഒരു അസോസിയേഷൻ, അവരുടെ ഒരു 5-6 തിയേറ്റർ ഓണേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ അവിടുത്തെ ഒരു മീഡിയയിലുണ്ടായിരുന്നു. അവര് പറയണത് ഭൈരവ മുതൽ ഞങ്ങൾക്ക് വിജയ് സാറിന്റെ ഒരു സിനിമയും നഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. ഇത് വിജയ് സാറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിജയ് സൂര്യയുടെ പോലെ JB മോദ് സിനിമ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവര് പറയുന്ന വിജയ് സാറിന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ വിജയ് സാറിന്റെ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ചില എലിമെന്റ്സ് ഉണ്ട്. അത് ഫൈറ്റ് ആവാം, പാട്ടാവാം, മാസ് മൊമെന്റ്സ് ആവാം. ഇത് ആ സിനിമയിൽ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് അവിടെ പിന്നെ തമിഴ്നാട്ടിലെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സിനിമ കാണാൻ പോകുന്ന അവർ എന്റർടൈൻമെന്റിന് വേണ്ടി പോകുന്നവരാ. അല്ലാതെ അവര് റിവ്യൂ എഴുതാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലോജിക്ക് നോക്കാനോ അല്ല. അവര് ഒരു 100 രൂപയും 150 രൂപ കൊടുത്ത് സിനിമ കാണാൻ പോണത് അവര് എൻജോയ് ചെയ്യാൻ വേണ്ടി. തമിഴ്നാട്ടിൽ തിയേറ്ററിൽ എപ്പോഴെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഒരു ഉൾപ്രദേശത്തെ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്തിനാണ് സിനിമ കാണുന്നത് എന്നുള്ളത്. ഇവിടെയും അങ്ങനെ ഓഡിയൻസ് ഇല്ല എന്നല്ല പറയണത്, ഇവിടെ ഉണ്ട്. പക്ഷെ ആഘോഷങ്ങൾ ഉണ്ട്, ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന അവിടെ അവരുടെ ആഘോഷം വേറെ തരത്തിലുള്ള ആഘോഷമാണ്. അപ്പൊ അതാണ് ഒരു വിജയ്. അപ്പൊ ഇവര് തന്നെ തിയേറ്റർ ഓണേഴ്സ് വിജയ് അഭിനയം നിർത്താൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് പോയി കണ്ടത് ശിവകാർത്തികേയനെയാണ്. നമ്മളിപ്പോ ഗോട്ട് സിനിമയുടെ ക്ലൈമാക്സിൽ തുപ്പാക്കി കൊടുത്തിട്ട് പറയുന്നല്ലോ, തുപ്പാക്കി പിടിക്ക് ശിവ എന്ന് പറയുന്നുണ്ട്. അത് ഒരു പിൻഗാമിയായിട്ട് ശിവകാർത്തികേയനെ വിജയ് തന്നെ പ്രഖ്യാപിച്ചതായിരിക്കാം. തിയേറ്റർ ഓണേഴ്സ് ശിവകാർത്തികേയന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് വിജയ് സാർ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങളത് കുളമാക്കരുത് എന്ന് പറഞ്ഞ് ഈ അമരൻ സിനിമ വളരെ ആരും അങ്ങനെ അറിയാതെ കടന്നിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരു സെന്റി സിനിമയാണത്. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു കഴിഞ്ഞ ദീപാവലി സീസണിൽ ഭയങ്കര ഇനീഷ്യലി കിട്ടി, ആഘോഷിച്ചു. അത് വിജയ് ഫാൻസിനും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു ചർച്ച. ഗോട്ട് ഇറങ്ങിയ ശേഷമാണ്. കാരണം അമരൻ ഒരു ദീപാവലി സീസണിൽ ഇറങ്ങേണ്ട ഒരു സിനിമയല്ല, അതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല. ഒരു സെന്റിമെന്റ്സ് ആണ്. ഈ പറഞ്ഞ പോലെ നായകൻ അവസാനം മരിക്കുന്ന സിനിമയാണ്. പക്ഷെ അത് അവിടെ അക്സെപ്റ്റ് ചെയ്തു. ചില തിയേറ്ററിൽ ഗോട്ടിനെക്കാട്ടും കൂടുതൽ ഷെയർ വന്നു. അവര് പറഞ്ഞത് ആ വർഷം ഗോട്ടിനെക്കാട്ടും കൂടുതൽ ഷെയർ വന്ന സിനിമയാണ് അമരൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പൊ അടുത്ത ശിവകാർത്തികേയൻ പക്ഷേ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ശരിക്കും പറയണമെങ്കിൽ. കാരണം വിജയ് കുറെ കഷ്ടപ്പെട്ട് വന്നാണ് ആ ലെവലെത്തണം.